ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ നിന്നും POC നൽകിയിട്ടുള്ള 56 ചോദ്യങ്ങൾ ഓപ്ഷനോട് കൂടി അവതരിപ്പിക്കുകയാണ്. ഈ 56 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 ചോദ്യങ്ങളുടെ ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 20/6/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? A. സൂര്യൻ, B. വചനം, C. ദൈവം, D. ഭൂമി. ഉത്തരം D. ഭൂമി. ചോദ്യം 2. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പൂരിപ്പിക്കുക. A. കാലങ്ങൾ, B. മനുഷ്യർ, C. തലമുറകൾ, D. ഋതുക്കൾ. ഉത്തരം C. തലമുറകൾ. ചോദ്യം 3. വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചതാര്? A. പിൻതലമുറ, B. ദൈവം, C. പ്രകൃതി, D. അജ്ഞാത ശക്തി. ഉത്തരം B. ദൈവം. ചോദ്യം 4. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്, ഏതെല്ലാം? A. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും, B. മനുഷ്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും, C. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, D. സൂര്യന് താഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. ഉത്തരം A. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. ചോദ്യം 5. സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? A. ഇല്ലാത്തത് എണ്ണുക, B. കാറ്റിൻ്റെ ഉറവിടം കണ്ടെത്തുക, C. നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുക, D. മണൽത്തരികൾ എണ്ണുക. ഉത്തരം A. ഇല്ലാത്തത് എണ്ണുക. ഇവിടെ ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് POC നൽകിയ ചോദ്യത്തിൻ്റെ നമ്പറാണ്. ചോദ്യം 6 POCയിലെ ചോദ്യ നമ്പർ 47. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? A. ദുഃഖം, B. വ്യസനം, C. ഉത്കണ്ഠ, D. മനോവേദന. ഉത്തരം B. വ്യസനം. ചോദ്യം 7 POC ചോദ്യം 48. ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനും ആര്? A. സോളമൻ, B. അബ്സലോം, C. സഭാപ്രസംഗകൻ, D. സങ്കീർത്തകൻ. ഉത്തരം C. സഭാപ്രസംഗകൻ. ചോദ്യം 8. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? A. വേദനാജനകം, B. വേദന നിറഞ്ഞത്, C. ദുഃഖഭൂയിഷ്ടം, D. ക്ലേശഭൂയിഷ്ടം. ഉത്തരം D. ക്ലേശഭൂയിഷ്ടം. ചോദ്യം 9. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? A. ദൈവത്തെ ദർശിക്കാൻ, B. അന്യൻ്റെ മനസ്സ് കാണാൻ, C. വളഞ്ഞത് നിവർത്താൻ, D. വളഞ്ഞത് നേരെയാക്കാൻ. ഉത്തരം D. വളഞ്ഞത് നേരെയാക്കാൻ. ചോദ്യം 10. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ഞാൻ സമ്പാദിച്ചു, എന്ത്? A. ധനം, B. അറിവ്, C. ജ്ഞാനം, D. പ്രശസ്തി. ഉത്തരം C. ജ്ഞാനം. ചോദ്യം 11. ദുഃഖം ഏറുന്നത് എപ്പോൾ? A. അറിവ് വർദ്ധിക്കുമ്പോൾ, B. ജ്ഞാനമേറുമ്പോൾ, C. സമ്പത്തേറുമ്പോൾ, D. സ്വാർത്ഥതയേറുമ്പോൾ. ഉത്തരം B. ജ്ഞാനമേറുമ്പോൾ. ചോദ്യം 12. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. A. സുഖഭോഗങ്ങൾ, B. സമ്പത്ത്, C. സന്തോഷം, D. സുഖദുഃഖങ്ങൾ. ഉത്തരം A. സുഖഭോഗങ്ങൾ. ചോദ്യം 13. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? A. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും, B. ജ്ഞാനവും ഉന്മത്തതയും സൗഹൃദവും, C. അറിവും ഉന്മത്തതയും ഭോഷത്വവും,
ഡി സത്യവും നീതിയും ജ്ഞാനവും. ഉത്തരം എ ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ചോദ്യം 14. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? എ വിവേകം, ബി വിനയം, സി ദൈവഭക്തി, ഡി ജ്ഞാനം. ഉത്തരം ഡി ജ്ഞാനം. ചോദ്യം 15. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്ത്? എ സ്വസ്ഥ ജീവിതം, ബി സമാധാനം, സി ശാശ്വത സ്മരണ, ഡി ശാശ്വത സമ്പത്ത്. ഉത്തരം സി ശാശ്വത സ്മരണ. ചോദ്യം 16. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്ത്? എ ജീവിതം, ബി അധ്വാനം, സി മരണം, ഡി പാപം. ഉത്തരം ബി അധ്വാനം. ചോദ്യം 17. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? എ തന്നെ പ്രീതിപ്പെടുത്തുന്നവന്, ബി തൻ്റെ നിയമം പാലിക്കുന്നവന്, സി തന്നെ പ്രസാദിപ്പിക്കുന്നവന്, ഡി വിനയാന്വിതന്. ഉത്തരം സി തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ചോദ്യം 18. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? എ ധനവാന്, ബി ദുഷ്ടന്, സി അഹങ്കാരിക്ക്, ഡി പാപിക്ക്. ഉത്തരം ഡി പാപിക്ക്. ചോദ്യം 19. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്ത്? എ ജ്ഞാനവും അറിവും ആനന്ദവും, ബി ജ്ഞാനവും അറിവും ആഹ്ലാദവും, സി ജ്ഞാനവും സമ്പത്തും ആനന്ദവും, ഡി ജ്ഞാനവും അറിവും സന്തോഷവും. ഉത്തരം എ ജ്ഞാനവും അറിവും ആനന്ദവും. ചോദ്യം 20. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? എ വിവേകിക്ക്, ബി ദൈവഭക്തന്, സി നീതിമാന്, ഡി ജ്ഞാനിക്ക്. ഉത്തരം ഡി ജ്ഞാനിക്ക്. ചോദ്യം 21. ഭോഷൻ നടക്കുന്നത് എവിടെ? എ പാപത്തിൽ, ബി അന്ധകാരത്തിൽ, സി ഇരുട്ടിൽ, ഡി ആപത്തിൽ. ഉത്തരം സി ഇരുട്ടിൽ. ചോദ്യം 22. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? എ സഹോദരരിൽ നിന്ന്, ബി ദൈവത്തിൽ നിന്ന്, സി ദരിദ്രരിൽ നിന്ന്, ഡി കർത്താവിൽ നിന്ന്. ഉത്തരം ബി ദൈവത്തിൽ നിന്ന്. ചോദ്യം 23. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? എ കാലത്തിൻ്റെ ഗതിയെക്കുറിച്ചുള്ള ബോധം, ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം, സി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ജ്ഞാനം, ഡി സമയത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ഉത്തരം ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ചോദ്യം 24. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? എ ദൈവത്തിൻ്റെ പദ്ധതികൾ, ബി ദൈവത്തിൻ്റെ വചനം, സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഡി ദൈവത്തിൻ്റെ ജ്ഞാനം. ഉത്തരം സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 25. ഡാഷ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു. പൂരിപ്പിക്കുക. എ ദൈവത്തിൻ്റെ വചനം, ബി ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം, സി ദൈവത്തിൻ്റെ ആലോചനകളെല്ലാം, ഡി ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. ഉത്തരം ഡി ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. ചോദ്യം 26. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? എ കടന്നുപോയ ഓരോന്നിനെയും, ബി നഷ്ടപ്പെട്ടു പോയ ഓരോന്നിനെയും, സി കടന്നുപോയ എല്ലാറ്റിനെയും, ഡി വേർപെട്ടുപോയ ഓരോന്നിനെയും. ഉത്തരം എ കടന്നുപോയ ഓരോന്നിനെയും. ചോദ്യം 27. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? എ ന്യായാസനത്തിൽ, ബി സിംഹാസനത്തിൽ, സി ദേവാലയത്തിൽ, ഡി ന്യായപീഠത്തിൽ. ഉത്തരം ഡി ന്യായപീഠത്തിൽ. ചോദ്യം 28. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? എ മനുഷ്യരെയും മൃഗങ്ങളെയും, ബി അഹങ്കാരിയെയും ദുഷ്ടനെയും, സി നീതിമാനെയും ദുഷ്ടനെയും, ഡി നീതിമാനെയും പാപിയെയും. ഉത്തരം സി നീതിമാനെയും ദുഷ്ടനെയും.
ചോദ്യം 29. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. മനുഷ്യരും മൃഗങ്ങളും. ബി. മനുഷ്യമക്കളും ജീവജാലങ്ങളും. സി. പക്ഷികളും മൃഗങ്ങളും. ഡി. മനുഷ്യമക്കളും മൃഗങ്ങളും. ഉത്തരം ഡി. മനുഷ്യമക്കളും മൃഗങ്ങളും. ചോദ്യം 30. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ഡാഷ് പൂരിപ്പിക്കുക. എ. ആനന്ദിക്കാൻ. ബി. സന്തോഷിക്കാൻ. സി. വിലപിക്കാൻ ഒരു കാലം. ഡി. ആഹ്ലാദിക്കാൻ. ഉത്തരം സി. വിലപിക്കാൻ ഒരു കാലം. ചോദ്യം 31. ആര് വെറും മൃഗങ്ങൾ ആണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? എ. മനുഷ്യവർഗം. ബി. ദുഷ്ടന്മാരുടെ മക്കൾ. സി. പാപികളുടെ മക്കൾ. ഡി. മനുഷ്യമക്കൾ. ഉത്തരം ഡി. മനുഷ്യമക്കൾ. ചോദ്യം 32. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? എ. മനുഷ്യന്. ബി. പാപിക്ക്. സി. ഭോഷന്. ഡി. ധനവാന്. ഉത്തരം എ. മനുഷ്യന്. ചോദ്യം 33. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ഡാഷ് ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. എ. പരസ്പര ധാരണയുടെ. ബി. പരസ്പര വിദ്വേഷത്തിൻ്റെ. സി. പരസ്പര മാത്സര്യത്തിൻ്റെ. ഡി. പരസ്പര സ്പർദ്ധയുടെ. ഉത്തരം ഡി. പരസ്പര സ്പർദ്ധയുടെ. ചോദ്യം 34. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? എ. മൂഢൻ. ബി. മടിയൻ. സി. ഭോഷൻ. ഡി. വിഡ്ഢി. ഉത്തരം സി. ഭോഷൻ. ചോദ്യം 35. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്ത്? എ. ഒരു പിടി സമാധാനം. ബി. ഒരു പിടി സ്വസ്ഥത. സി. ഒരൽപ്പം സ്വസ്ഥത. ഡി. ഒരു പിടി ആശ്വാസം. ഉത്തരം ബി. ഒരു പിടി സ്വസ്ഥത. ചോദ്യം 36. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്? എ. ധനമോഹത്തിന്. ബി. അസ്വസ്ഥതയ്ക്ക്. സി. അധ്വാനത്തിന്. ഡി. ധനസമ്പാദനത്തിന്. ഉത്തരം സി. അധ്വാനത്തിന്. ചോദ്യം 37. ഡാഷ് എത്രയായാലും അവന് മതി വരുന്നില്ല. പൂരിപ്പിക്കുക. എ. സമ്പത്ത്. ബി. പണം. സി. പ്രശസ്തി. ഡി. ധനം. ഉത്തരം ഡി. ധനം. ചോദ്യം 38. വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? എ. മുപ്പിരി ചരട്. ബി. മുപ്പിരി വള്ളി. സി. ദൃഢവിശ്വാസം. ഡി. മുപ്പിരി കയർ. ഉത്തരം എ. മുപ്പിരി ചരട്. ചോദ്യം 39. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദമായത് ആര്? എ. ദരിദ്രനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ബി. നിർധനനെങ്കിലും വിവേകിയായ യുവാവ്. സി. നിർധനനെങ്കിലും ബുദ്ധിമാനായ കർഷകൻ. ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ഉത്തരം ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ചോദ്യം 40. സഭാപ്രസംഗകൻ 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? എ. സൂര്യന് താഴെ. ബി. സൂര്യന് മേലെ. സി. സൂര്യന് കീഴെ. ഡി. മനുഷ്യൻ്റെ അധ്വാനത്തിൽ. ഉത്തരം സി. സൂര്യന് കീഴെ. ചോദ്യം 41. സൂര്യന് കീഴെ വീണ്ടും ഞാൻ ഡാഷ് കണ്ടു. പൂരിപ്പിക്കുക. എ. അധ്വാനം. ബി. മിഥ്യ. സി. പരസ്പര സ്പർദ്ധ. ഡി. വിശ്വാസം. ഉത്തരം ബി. മിഥ്യ. ചോദ്യം 42. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? എ. സ്വഭവനത്തിൽ. ബി. ദൈവസന്നിധിയിൽ. സി. ദേവാലയത്തിൽ. ഡി. അന്യദേശത്ത്. ഉത്തരം സി. ദേവാലയത്തിൽ. ചോദ്യം 43. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് ആര്? എ. അവിവേകികൾ. ബി. അലസന്മാർ. സി. മൂഢന്മാർ. ഡി. ഭോഷന്മാർ. ഉത്തരം ഡി. ഭോഷന്മാർ. ചോദ്യം 44. എപ്പോഴാണ് മൂഢജൽപ്പനമാകുന്നത്? എ. അഹങ്കാരമേറുമ്പോൾ. ബി. ആത്മവിശ്വാസമേറുമ്പോൾ. സി. വാക്കുകളേറുമ്പോൾ.
ഡി വാക്കുകൾ അറിയാതെ വരുമ്പോൾ. ഉത്തരം സി വാക്കുകൾ ഏറുമ്പോൾ. ചോദ്യം 45. അവിടത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? എ മൂഢരിൽ, ബി ഭോഷനിൽ, സി അഹങ്കാരിയിൽ, ഡി അലസനിൽ. ഉത്തരം എ മൂഢരിൽ. ചോദ്യം 46. സ്വപ്നങ്ങൾ ഏറുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? എ പൊള്ളത്തരങ്ങൾ, ബി പൊള്ളവചനങ്ങൾ, സി ഭോഷത്വങ്ങൾ, ഡി പൊള്ളവാക്കുകൾ. ഉത്തരം ഡി പൊള്ളവാക്കുകൾ. ചോദ്യം 47. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? എ സ്വസ്ഥതയുള്ളവന്, ബി നന്മ ചെയ്യുന്നവന്, സി അധ്വാനിക്കുന്നവന്, ഡി നീതി പ്രവർത്തിക്കുന്നവന്. ഉത്തരം സി അധ്വാനിക്കുന്നവന്. ചോദ്യം 48. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നതെന്ത്? എ അമിത ചിന്തകൾ, ബി അമിത സമ്പാദ്യം, സി അമിത ശ്രദ്ധ, ഡി അമിത ഉത്കണ്ഠ. ഉത്തരം ബി അമിത സമ്പാദ്യം. ചോദ്യം 49. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? എ ധനികൻ, ബി ഭോഷൻ, സി അത്യാഗ്രഹി, ഡി മനുഷ്യൻ. ഉത്തരം എ ധനികൻ. ചോദ്യം 50. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? എ ദൈവത്തോട്, ബി രാജാവിനോട്, സി സുഹൃത്തിനോട്, ഡി ദൂതനോട്. ഉത്തരം ഡി ദൂതനോട്. ചോദ്യം 51. ദുസ്വപ്നങ്ങൾ കൂടുന്നതെപ്പോൾ? എ ദുഃഖമേറുമ്പോൾ, ബി ആകാംക്ഷയേറുമ്പോൾ, സി ആകുലതയേറുമ്പോൾ, ഡി ആത്മവിശ്വാസമേറുമ്പോൾ. ഉത്തരം സി ആകുലതയേറുമ്പോൾ. ചോദ്യം 52. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്ത്? എ സമ്പത്ത്, സമാധാനം, കീർത്തി, ബി സമ്പത്ത്, ഐശ്വര്യം, കീർത്തി, സി സമ്പത്ത്, സമാധാനം, സൽകീർത്തി, ഡി ധനം, ഐശ്വര്യം, കീർത്തി. ഉത്തരം ബി സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. ചോദ്യം 53. മനുഷ്യൻ്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? എ ഉപജീവനത്തിന്, ബി നിത്യവൃത്തിക്ക്, സി ധനസമ്പാദനത്തിന്, ഡി പൂരണത്തിന്. ഉത്തരം ഡി ഉദരപൂരണത്തിന്. ചോദ്യം 54. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? എ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്, ബി കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്, സി കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തി അടയുന്നത്, ഡി കൺമുൻപിലുള്ളതുകൊണ്ട് ആശ്വസിക്കുന്നത്. ഉത്തരം ബി കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിയടയുന്നത്. ചോദ്യം 55. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? എ മൂഢതയുടെ, ബി അജ്ഞതയുടെ, സി മിഥ്യയുടെ, ഡി അഹങ്കാരത്തിൻ്റെ. ഉത്തരം സി മിഥ്യയുടെ. ചോദ്യം 56. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? എ മനുഷ്യർക്ക് ദുർവഹമായൊരു നന്മ, ബി മനുഷ്യർക്ക് അസഹ്യമായൊരു തിന്മ, സി മനുഷ്യർക്ക് അവിശ്വസനീയമായ ഒരു തിന്മ, ഡി മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. ഉത്തരം ഡി മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.